ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ജീവിതത്തിലെ ചില കാര്യങ്ങൾ നമുക്ക് ചെയ്തേ പറ്റൂ, നിർബന്ധമാണ്. ഈ സിറ്റുവേഷനിൽ നമ്മൾ ഏത് വേർഡാണ് യൂസ് ചെയ്യുക? അതുപോലെ പാസ്റ്റിലൊരു കാര്യം ചെയ്യേണ്ടി വന്നു, പാസ്റ്റിലൊരു കാര്യം നിർബന്ധമായി ചെയ്യേണ്ടി വന്നു. ഈ രണ്ട് സിറ്റുവേഷൻസ് ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വീഡിയോ നോക്കാം. അപ്പോൾ പറഞ്ഞത്, നമ്മളൊരു കാര്യം നിർബന്ധമായി ചെയ്യേണ്ടി വന്നു. നമ്മളൊരു സാഹചര്യത്തിൽ ഒരു കാര്യം നിർബന്ധമായി ചെയ്യേണ്ടി വന്നു, അല്ലെങ്കിൽ മറ്റൊരാളോട് അത് നിർബന്ധമായി ചെയ്യണം എന്ന് പറയുമ്പോൾ യൂസ് ചെയ്യുന്ന വേർഡ് മസ്റ്റ് ആണ്. ഞാൻ കുറച്ച് സിറ്റുവേഷൻസ് പറയാം. നമ്മുടെ വീട് ആകെ പൊടി പിടിച്ച് അഴുക്കൊക്കെ പിടിച്ച് കിടക്കാണ്. നമുക്കത് എന്തായാലും ക്ലീൻ ചെയ്തേ പറ്റൂ. അപ്പൊ നമ്മൾ എങ്ങനെ പറയാം? The house is dirty. The house is dirty. അതെന്തായാലും നിർബന്ധമായി ക്ലീൻ ചെയ്തേ പറ്റൂ. I must clean the house. I must clean the house. അപ്പൊ നിർബന്ധമായി ചെയ്യണം എന്ന അർത്ഥത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ് മസ്റ്റ് ആണ്. The house is dirty. I must clean the house. ഇവിടെ I, ഞാൻ, ഇവിടെ I ആണെങ്കിലും യു ആണെങ്കിലും അവൻ, ഹി, അല്ലെങ്കിൽ അവൾ, ആരാണെങ്കിലും നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ് മസ്റ്റ് തന്നെയാണ്. ഇനി നമ്മൾ ലേറ്റ് ആണ്, നമുക്ക് എന്തായാലും പോയേ പറ്റൂ. നമ്മൾ ലേറ്റ് ആണ്, നമുക്ക് എന്തായാലും ഇപ്പൊ പോയേ പറ്റൂ. അപ്പൊ നമ്മൾ എങ്ങനെയാണ് പറയാ? It's late. It's late. We must go now. We must go now. It's late. We must go. ഇവിടെ മസ്റ്റ് കാണിക്കുന്നത് നിർബന്ധമായും ആ കാര്യം ചെയ്തേ പറ്റൂ എന്ന രീതിയിലാണ്. അപ്പോ we must go now. നീ ടയേർഡ് ആണ്, നീ എന്തായാലും റെസ്റ്റ് എടുക്കണം. നീ ടയേർഡ് ആണ്, നീ എന്തായാലും റെസ്റ്റ് എടുക്കണം. You are tired. You are tired. You must take rest. You must take rest. അപ്പോ നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് മസ്റ്റ് എന്ന വേർഡാണ്. ഒരു കാര്യം നിർബന്ധമായി ചെയ്യണം, ചെയ്തേ പറ്റൂ എന്ന അർത്ഥത്തിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? മസ്റ്റ് എന്ന വേർഡ് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ പറഞ്ഞ സെന്റൻസുകളെല്ലാം പ്രസന്റിലുള്ളതായിരുന്നു, ഇപ്പൊ നടക്കുന്ന കാര്യം. ഇത് തന്നെ കഴിഞ്ഞു പോയൊരു സിറ്റുവേഷൻ ആണെന്ന് വിചാരിക്കാം. ഇപ്പോ ആദ്യം പറഞ്ഞ സെന്റൻസ് നോക്കിയേ. വീട് വൃത്തികേടാണ്, അഴുക്ക് പിടിച്ചിരിക്കുകയാണ്, എനിക്ക് ക്ലീൻ ചെയ്തേ പറ്റൂ. ഇതിനെ നമ്മൾ കഴിഞ്ഞു പോയൊരു കാര്യമായിട്ട് പറയുമ്പോൾ വീട് ആകെ വൃത്തികേടായിരുന്നു, എനിക്കത് ക്ലീൻ ചെയ്യേണ്ടി വന്നു. അതായത് പാസ്റ്റിലാണ് നമ്മൾ പറയുന്നത്, നിർബന്ധമായും ചെയ്യേണ്ടി വന്നു എന്ന അർത്ഥത്തില്. അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ് ഹാഡ് ടു ആണ്. അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ് ഹാഡ് ടു. ഞാൻ ഒന്നുകൂടി പറയാം. പാസ്റ്റില് കഴിഞ്ഞു പോയൊരു സിറ്റുവേഷനില് എനിക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്നു എന്ന അർത്ഥത്തിൽ, എനിക്ക് മാത്രമല്ല, ഇപ്പൊ അവന്, അവൾക്ക്, അവർക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്നു എന്ന അർത്ഥത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ് ഹാഡ് ടു ആണ്. അപ്പൊ നമ്മൾ പറഞ്ഞ സിറ്റുവേഷൻ വീട് ആകെ വൃത്തികേടായിരുന്നു. ആയിരുന്നു എന്നതിന് the house was, ആയിരുന്നു, the house was dirty. എനിക്കത് ക്ലീൻ ചെയ്യേണ്ടി വന്നു, എനിക്ക് ആ വീട് ക്ലീൻ ചെയ്യേണ്ടി വന്നു. I had to clean them. I had to clean them. അപ്പൊ നിർബന്ധമായി ചെയ്യേണ്ടി വന്നു, പാസ്റ്റിൽ അത് ചെയ്യേണ്ടി വന്നു എന്നതിന് നമ്മൾ ഹാഡ് ടു ആണ് യൂസ് ചെയ്യുന്നത്. അതിന്റെ പ്രസന്റില് ചെയ്യണം എന്ന അർത്ഥത്തിലാണെങ്കിൽ നമ്മൾ പറയുന്നത് മസ്റ്റ് ആണ്. ഇന്നലെ ഞങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് പോകേണ്ടി വന്നു. ഇന്നലെ ഞങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് പോകേണ്ടി വന്നു. കണ്ടോ, കഴിഞ്ഞു പോയൊരു കാര്യമാണ്, നിർബന്ധമായും അങ്ങനെ ചെയ്യേണ്ടി വന്നു. അപ്പൊ നമുക്ക് എഴുതാം, yesterday
yesterday we had to go to the police station. We had to go to the police station. നിർബന്ധമായും അങ്ങോട്ട് പോകേണ്ടി വന്നു. Yesterday we had to go to the police station. സാധാരണ ഞങ്ങൾ സൺഡേ വോക്ക് ചെയ്യാറില്ല. പക്ഷെ ലാസ്റ്റ് സൺഡേ ഞങ്ങൾക്ക് വോക്ക് ചെയ്യേണ്ടി വന്നു. അപ്പൊ എങ്ങനെ എഴുതാം? We don't usually walk on Sundays. ഞായറാഴ്ചകളിൽ പതിവായിട്ട് എന്ത് ചെയ്യാറില്ല? വർക്ക് ചെയ്യാറില്ല. പക്ഷെ കഴിഞ്ഞ ഞായറാഴ്ച അങ്ങനെ ചെയ്യേണ്ടി വന്നു. ബട്ട് ലാസ്റ്റ് സൺഡേ we had to work. കണ്ടോ, കഴിഞ്ഞ ഞായറാഴ്ച ഞങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടി വന്നു? വർക്ക് ചെയ്യേണ്ടി വന്നു. അപ്പൊ പാസ്റ്റില് കഴിഞ്ഞു പോയൊരു അവസ്ഥയില് അങ്ങനെ നിർബന്ധമായി ചെയ്യേണ്ടി വന്നു എന്ന് പറയാൻ ഞാൻ യൂസ് ചെയ്തത് ഹാഡ് ടു ആണ്. മീറ്റിംഗിൽ നിന്നും ഞങ്ങൾക്ക് നേരത്തെ പോകേണ്ടി വന്നു. We had to leave the meeting early. We had to leave the meeting early. ഞങ്ങൾക്ക് നേരത്തെ പോകേണ്ടി വന്നു. ഇന്നലെ രാത്രി വീട്ടിലേക്ക് നടക്കേണ്ടി വന്നു. അപ്പൊ യൂഷ്വലി അങ്ങനെ നടന്നല്ല പോകാറ്. പക്ഷെ ഇന്നലെ എന്ത് ചെയ്യേണ്ടി വന്നു? നടന്ന് പോകേണ്ടി വന്നു. I had to walk to home last night. I had to walk to home last night. ഇന്നലെ രാത്രി വീട്ടിലേക്ക് നടന്നു പോകേണ്ടി വന്നു. അപ്പൊ യൂഷ്വലി അങ്ങനെയല്ല, നിർബന്ധമായും അങ്ങനെ ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് ഉണ്ടായത്. അപ്പൊ നിർബന്ധമായി ചെയ്യേണ്ടി വന്നു. ഒരു കാര്യം നിർബന്ധമായി ചെയ്യണം എന്ന സിറ്റുവേഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് മസ്റ്റ് ആണ്. എന്നാൽ നിർബന്ധമായി ചെയ്യേണ്ടി വന്നു എന്ന അർത്ഥത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഹാഡ് ടു. രണ്ട് സിറ്റുവേഷനും തമ്മിലുള്ള ഡിഫറൻസ് വ്യക്തമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.